ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുക്കാനായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നേരെ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഡെമോ ആയിട്ട് നമ്മുടെ ബജാജിൽ നിന്ന് കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ, പുതിയ വണ്ടി ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് കണിച്ചുളങ്ങരക്ക് ഒരു ഓട്ടം കിട്ടി. അമ്പലത്തിലേക്കാണ് കിട്ടിയത്. അവിടെ ഒരു 1-2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് കഞ്ഞിയും പയറും ചമ്മന്തി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് 2 ദിവസം കഴിഞ്ഞാൽ പൊല്യൂഷൻ്റെ ഡേറ്റ് തീരും. അപ്പോൾ നേരത്തെ തന്നെ പൊല്യൂഷൻ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. CNG വണ്ടിക്ക് പൊല്യൂഷൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെയല്ല, CNG വണ്ടിക്കും പൊല്യൂഷൻ എടുക്കണമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോയത് പിള്ളേരെ എടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നേരത്തെയാണ് നമ്മൾ എത്തിയത്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ CNG അടിക്കാനായിട്ട് പമ്പിലേക്കാണ് പോയത്. അവിടെ ഓൾറെഡി 2-3 വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. സാധാരണ ഇവിടെ അങ്ങനെ തിരക്കില്ലാത്തതാണ്. ബസ്സൊക്കെ വന്നാൽ മാത്രമേ നമുക്കൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരെ പോയി അടിച്ച് പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വണ്ടിയുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാവുന്നൊരു ചേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് പറഞ്ഞു വണ്ടി ആ ഗ്യാപ്പിൽ കയറ്റിയിട്ട് തന്നെ CNG അടിച്ച് തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടി തീരും വരെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. വണ്ടി കറക്കി ആ ഒരു ബസ്സിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടി ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CNG അടിക്കാൻ പാകത്തിനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ CNGക്ക് 86 രൂപ 50 പൈസയാണ് വരുന്നത്. നിങ്ങളുടെ നാട്ടിലെ റേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. CNG അടിച്ച ശേഷം നമ്മൾ തിരിച്ച് നേരെ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ വർത്താനം പറഞ്ഞാൽ സ്റ്റാൻഡിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓട്ടം കിട്ടി. വയലാർക്കാണ് ആ ഓട്ടം കിട്ടിയത്. അവിടെ ഒരു മരണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത് ചീരത്തോട്ടം കണ്ട്. ചീര നട്ട് വളർന്ന് വന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് വേറൊരു ഓട്ടം കൂടി കിട്ടി. അപ്പോൾ അതും വെയിറ്റിംഗ് ഓട്ടമാണ്, അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ നമുക്ക് ചേർത്തല ടൗണിലേക്ക് ഒരു ഓട്ടം കിട്ടി. അവിടെയും വെയിറ്റിംഗ് ആണ്. ഒരു 10-15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴിമന്തി മേടിക്കാനായിട്ടാണ്. ഈ ഓട്ടത്തോടുകൂടി നമ്മൾ ഇന്നത്തെ ഓട്ടം നിർത്തുകയാണ്. ഓക്കെ.